ഹായ് ഗൈസ്, നിങ്ങൾക്ക് 10K ഫോളോവേഴ്സ് ഒന്നും വേണ്ട. കണ്ടന്റ് ക്രിയേഷനിലൂടെ നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്ക് 1 മന്ത് 30,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഞാനൊരു പ്രൊഫഷണലി രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് UGC കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ആയിട്ടുള്ള ആരും അതിനെക്കുറിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 10K ഫോളോവേഴ്സോ ഒന്നുമില്ല. സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് നോക്കിയാൽ അറിയാം, എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1900 സംതിങ് ഫോളോവേഴ്സും ഉണ്ട്. ആക്ച്വലി ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ പഴയ ഓണായിട്ടുള്ള പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക് ക്രിയേറ്റഡ് അക്കൗണ്ട് ആക്കിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു 800 സംതിങ് ഫോളോവേഴ്സ് അതിലുണ്ടായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന പ്രോഡക്ട്സ് വെച്ച് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് കൊളാബ് വന്നത് 800 സംതിങ് ഫോളോവേഴ്സ് തന്നെയായിരുന്നു. ആ ടൈമിൽ ഒരു ബ്രാൻഡ് എനിക്ക് DM വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് UGC കണ്ടന്റ് ക്രിയേഷൻ ആണ്, ഇതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ നല്ലൊരു തുക ഇതിലൂടെ ഏൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബാക്കിയുള്ളവരിലും ഇത് എത്തിക്കണം എന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. UGC കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, അതാണ് UGC കണ്ടന്റ് ക്രിയേഷന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ. ബ്രാൻഡ്സിന് വേണ്ടി നമ്മൾ ഫോട്ടോസും വീഡിയോസും, എക്സാമ്പിൾ അൺബോക്സിങ്, ഗെറ്റ് റെഡി വിത്ത് മീ, അല്ലാതെ റിവ്യൂ, അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ബ്രാൻഡ്സിന് വേണ്ടി ചെയ്ത് അവർക്ക് അയക്കുന്നു. ഇൻഫാക്ട് ചില ആഡുകളൊന്നും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ പോലും ഇടേണ്ടി വരത്തില്ല. അവരെ തന്നെ അവരുടെ പേജിൽ യൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ ആഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹു ക്യാൻ ഡു UGC കണ്ടന്റ് ക്രിയേഷൻ? എനിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. കാരണം ഞാനൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് നേഴ്സാണ്. സോ ഐ എം ഡൂയിങ് ദിസ് UGC കണ്ടന്റ് ക്രിയേഷൻ നൗ. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഒരു മന്ത്ലി ഇൻകം നമുക്ക് ഓണായിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫേസ് കാണിക്കണമെന്നില്ല. ഫേസ്ലെസ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർ കൈ കാണിച്ചിട്ട് ആ പ്രോഡക്റ്റ് കാണിച്ച് ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ റിവ്യൂ കാണിക്കുന്ന കയ്യിലൊക്കെ സ്വാച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ആഡ് പോലെ വീഡിയോസ് ഒക്കെ ആയിരിക്കും അവരെ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പം സ്റ്റുഡൻസിനും എന്നെ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് UGC കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് UGC കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ, അൺബോക്സിങ്, റിവ്യൂ വീഡിയോ, പിന്നെ ഒരു പ്രോഡക്റ്റിന്റെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ, പിന്നെ പ്രോഡക്റ്റ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഒരു ടിപ്പിക്കൽ UGC കണ്ടന്റ് ക്രിയേഷന്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ. മോസ്റ്റ്ലി എല്ലാവരും ഇതാണ് ചെയ്യുന്നത്. വീഡിയോ മാത്രമല്ല, നമുക്ക് UGC കണ്ടന്റ് ക്രിയേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഫോട്ടോസും പ്രോഡക്ട്സിന്റെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അതും നമ്മുടെ UGC കണ്ടന്റ് ക്രിയേഷൻ അകത്ത് വരുന്നതാണ്. കൂടുതൽ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ വീഡിയോ UGC കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ്. സോ ഐ ആം ഡൂയിങ് വീഡിയോ UGC കണ്ടന്റ് ക്രിയേഷൻ. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു ഗൈസ്. ഡൗട്ടാണ് എന്തൊക്കെയാണ് നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമെന്ന്. ആക്ച്വലി നമുക്ക് UGC കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോണും നമുക്കതിൽ സംസാരിക്കാൻ പറ്റിയാൽ മാത്രം മതി. നമുക്ക് പിന്നെ കുറച്ച് കോൺഫിഡൻസും വേണം. ലൈറ്റിന് വേണ്ടി എനിക്ക് ആദ്യം റിംഗ് ലൈറ്റ് ഇല്ലായിരുന്നു. ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ട് ഒരു 2 months ഒക്കെ ആവത്തുള്ളൂ. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് സൺലൈറ്റ് ആണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം വേണ്ട, നമുക്ക് ഐഫോൺ വേണ്ട. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്ന റെഡ്മിയുടെ ഒരു ഫോണാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രൈപോഡും ഒരു റിംഗ് ലൈറ്റും വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. വിൻഡോയുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ ലൈറ്റിൽ തന്നെ നമുക്കൊരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കൂടുതലും നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്, അതൊന്നും അല്ല അവർ ഒരിക്കലും നോക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി, പിന്നെ അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ബ്രാൻഡിനെ എത്ര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ബ്രാൻഡ് മോസ്റ്റ്ലി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള ക്യാമറ ആണോ, റിംഗ് ലൈറ്റ് ആണോ, ഏത് ക്യാമറ, ഐഫോൺ ആണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സോണിയുടെ ക്യാമറ ആണോ, ഇതൊന്നും ഇതിൽ മാറ്റർ ആവുന്ന ഒരു കാര്യമല്ല. ഹൗ ടു സ്റ്റാർട്ട് UGC കണ്ടന്റ് ക്രിയേഷൻ ഫ്രം സീറോ, അതാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ. എങ്ങനെ 0ൽ നിന്ന് നമുക്കൊരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? 0 ഫോളോവേഴ്സിൽ നമുക്ക് കൊളാപ്സ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആക്ച്വലി കിട്ടും ഗൈസ്, 0 ഫോളോവേഴ്സിൽ നമുക്ക് കൊളാപ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പഴയ
നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് അത് ക്രിയേറ്റർ അക്കൗണ്ട് ആക്കി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തും എടുക്കാം. അതിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യമുള്ള പ്രോഡക്ട്സ്, ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വാസലിന്റെ ഗ്ലൂട്ടാഹയ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ സൂഡിയോയുടെ ലിപ് ബാം ഇങ്ങനെയൊക്കെ ഉള്ള പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് വീഡിയോ ചെയ്താണ് എനിക്ക് ഫസ്റ്റ് കൊളാബ്സ് കിട്ടുന്നത്. എന്റെ ഫസ്റ്റ് കൊളാബ് ഗ്ലോവിസ്റ്റ എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു. സെക്കൻഡ് കൊളാബ് ആപ്സ് ഗുഡ്നെസ് ആയിരുന്നു. തേർഡ് ഒന്ന് എനിക്ക് പെയ്ഡ് ആയിട്ടുള്ള എലൻക എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിന്റെ കൊളാബായിരുന്നു. അത് ഫസ്റ്റ് പേയ്മെന്റ് ഐ തിങ്ക് 500 ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിപ്പം ലാസ്റ്റ് വന്നത് ഒരു കൊറിയൻ ബ്രാൻഡിന്റെ കൊളാബാണ്. മിറബെല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെ കൊളാബാണ് ലാസ്റ്റ് ആയിട്ട് വന്നത്. അവർ കൊറിയൻ ബ്രാൻഡാണ്. അപ്പൊ അത് ബാർട്ടർ കൊളാബാണ്. ഇതിൽ പെയ്ഡ് കൊളാബും ഉണ്ട്, ബാർട്ടർ കൊളാബും ഉണ്ട്. ബാർട്ടർ കൊളാബ് എന്ന് പറയുമ്പോൾ അവർ പ്രോഡക്റ്റ് മാത്രം അയച്ചു തരും. നമ്മൾ അതിൽ വീഡിയോസ് ചെയ്ത് അവർക്ക് അവരുടെ പേജിൽ ഇടാനാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേജിൽ ഇട്ടിട്ട് അവർക്ക് കൊളാബറേഷൻ കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാത്തതാണ് പെയ്ഡ് കൊളാബ്സ് ആണെങ്കിൽ മിക്കതും പെയ്ഡ് കൊളാബ്സ് വന്ന ഫ്രണ്ട് ആപ്പ്, സ്പീക്കി AI ഇങ്ങനെയൊക്കെയുള്ള പെയ്ഡ് കൊളാബ്സ് വരും. അതുപോലെ തന്നെ പോൺസ് ഇതുപോലുള്ള ബ്രാൻഡ്സിന്റെ പെയ്ഡ് കൊളാബ്സ് വരും. ഇത് ഒരു 500 സ്റ്റാർട്ടിങ് 1500 മുതൽ നമുക്ക് അങ്ങോട്ട് പൈസ കിട്ടും ഗൈസ്. സാമ്പിൾ UGC വീഡിയോസ് ചെയ്തു തുടങ്ങുക. നമ്മുടെ പ്രോഡക്ട്സ് വെച്ചിട്ട്, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ച് സാമ്പിൾ UGC വീഡിയോസ് ചെയ്തു തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ബ്രാൻഡ്സ് നമ്മളെ ഇങ്ങോട്ട് മെയിൽ ചെയ്യും അല്ലെങ്കിൽ DM ചെയ്യും. ഹൗ ടു ഫൈൻഡ് UGC പെയ്ഡ് കൊളാബ്സ്, ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ആക്ച്വലി എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് എങ്ങനെ കൊളാബ്സ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. ആക്ച്വലി ഇവിടെ സ്വന്തമായിട്ട് മേടിച്ചിട്ടല്ലേ ഇത് കൊളാബ് കിട്ടിയാണോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പെയ്ഡ് കൊളാബ്സ് കിട്ടാനായിട്ട് കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന്റെയൊക്കെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഡയറക്റ്റ് ബ്രാൻഡ് കൊളാബിന് നമുക്ക് അവർക്ക് DM ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം, പിൻ ചെയ്യാന്ന് പറയും. അതിന് ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാനത് അടുത്ത വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ബ്രാൻഡ്സിന് ഡയറക്റ്റ് പിൻ ചെയ്യുമ്പോൾ അവരുടെ കൊളാബ്സിന്റെ ഫോംസ് നമുക്ക് സെൻഡ് ചെയ്ത് തരും. ഈ ഫോം ഫിൽ ചെയ്താൽ അവർക്ക് കൊളാബ് ഉള്ളപ്പോഴും നമ്മളെ പ്രൊഫൈല് അതിന് എല്ലാ രീതിയിലും സ്യൂട്ടബിൾ ആണെങ്കിൽ ബ്രാൻഡ് നമുക്ക് ഇങ്ങോട്ട് തന്നെ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് എന്ന് വെച്ചാൽ ഹൗ മച്ച് വി കൻ ഏൺ ഫ്രം UGC കണ്ടന്റ് ക്രിയേഷൻ. ആക്ച്വലി ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് 1500 മുതൽ 3000 വരെ പെർ വീഡിയോ, ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് കിട്ടും. ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി കുറച്ച് റീച്ചൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 5000 മുതൽ 10K എന്ന് വെച്ചാൽ 10,000 രൂപ വരെ ഒരു വീഡിയോക്ക് നമുക്ക് കിട്ടും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അതിന് ഒരു വീഡിയോക്ക് 25K മുതൽ അങ്ങോട്ട് കിട്ടും ഗൈസ്. എന്ന് വെച്ചാൽ 25,000 മുകളിലായിരിക്കും പേയ്മെന്റ് എന്ന് പറയുന്നത്. 1 മന്തിലെ ഏകദേശം ഒരു 30,000-നും 1.5 ലക്ഷത്തിനും ഇടയ്ക്ക് നമുക്ക് സമ്പാദിക്കാൻ പറ്റും UGC കണ്ടന്റ് ക്രിയേഷൻ ഉപയോഗിച്ചിട്ട്. UGC എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇത് ഫേമസ് ആയിരിക്കണമെന്നോ നമുക്ക് ഒരു 10K അല്ലെങ്കിൽ 100K ഫോളോവേഴ്സ് വേണമെന്നോ ഒന്നും ഒരു ക്രൈറ്റീരിയ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ UGC കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇഫ് യു ക്യാൻ ടോക്ക് ടു എ ക്യാമറ യു ക്യാൻ ഏൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UGC കണ്ടന്റ് ക്രിയേഷൻ വരെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഇതിൽ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഏൺ ചെയ്യുന്ന മണി ഈ കണ്ടന്റ് ഈ ബ്രാൻഡ്സിന്റെ കൊളാബ്സിന് മാത്രമല്ല, നിങ്ങൾ ഒരു കുറെ വഴികളുണ്ട് ഗൈസ്. ഇതിന് മാത്രമല്ല നിങ്ങൾക്ക് ഇൻകം വരുന്നത് വേറെയും 1-2 വഴികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.